ഹലോ. ഹലോ. ക്ലിയർ അല്ലേ? ആണ്. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ? ഓ, എന്തോണം. ഞാനിവിടെ നാട്ടിലാ. അങ്ങേരാണ് ദുബായിലും. ലീവ് കിട്ടിയില്ല ഇത്തവണ. ഓ, അതെന്താ? ദുബായൊക്കെ ഇപ്പൊ പെട്ടെന്ന് പോയി വരാവുന്ന സ്ഥലമല്ലേ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ആണ്. പക്ഷേ ലീവ് കിട്ടാത്തതാ പ്രശ്നം. ഫാമിലിക്ക് താമസിക്കാൻ കമ്പനി വീട് തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ 2 കൊല്ലായി പോയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ബോറടിക്കുന്നുണ്ടാവില്ലേ? പിന്നെ നിങ്ങളൊന്നും വിളിക്കണ്ട കേട്ടോ. എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. 26 വയസ്സായിട്ടേ ഉള്ളൂ. ഓ, അതൊരു ബഹുമാനത്തിന് വിളിച്ചാടൂ. എനിക്ക് 36 വയസ്സായി. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. തന്ത വൈബൊന്നും ആയിട്ടില്ല ഇതുവരെ. എന്റെ ഹസ്ബൻഡിന് 34 വയസ്സുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. പുള്ളിക്കാരനും ഞാനും 2 ലോകത്താണെന്ന് തോന്നും. വയസ്സിലൊക്കെ എന്തിരിക്കുന്നതോ, മൈൻഡ് സെറ്റിലല്ലേ കാര്യം. ഞാനാണെങ്കി ഇപ്പോഴും പൊളി വൈബാണെന്നാ പിള്ളേര് പറയുന്നത്. പിള്ളേരെന്ന് വെച്ചാൽ എന്റെ പിള്ളേരല്ല കേട്ടോ, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരാ. ഞാനിവിടെ തൃശ്ശൂരിൽ കോളേജിൽ മാത്സ് പഠിപ്പിക്കുവോ. ഓ, മാത്തമാറ്റിക്സ് അല്ലേലും ഭൂഗോളത്തിന്റെ സ്പന്ദനാണല്ലോ. പക്ഷേ ലൈഫിലെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയിടും. ഞാൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോയാലോന്ന് ആലോചിക്കോ. അയ്യോ, അതെന്നാ പറ്റി? അതൊക്കെ വലിയ കഥയാണോ, ഇവിടെ ആരോടും പറയാൻ പറ്റില്ല. ഓ, വല്ല ചുറ്റിക്കളിയാണോ? ചുറ്റിക്കളിന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ. കഴിഞ്ഞ മാസം ഇവിടുന്ന് ടൂർ പോയി കോളേജിൽ. പക്ഷേ അപ്പം ഞാനും വേറൊരു ടീച്ചറും തമ്മിൽ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അയ്യോ, അവളങ്ങ് മാരീഡാണ്. ഇപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഓ, എന്നിട്ട്? അവളുടെ ഹസ്ബൻഡ് എന്റെ പണ്ടത്തെ ക്ലാസ്മേറ്റ് ആണ്. ഇക്കാര്യം എങ്ങനെ അവനറിഞ്ഞ, ഓ, എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏത് നേരത്താണാവും. അയ്യോ വെയിറ്റ്, അപ്പൊ നിങ്ങൾ മാരീഡ് അല്ലേ? ഞാനും മാരീഡ് ആണ്. വൈഫ് ഇവിടെ അടുത്തൊരു ബാങ്കിൽ വർക്ക് ചെയ്യുവോ. മനുഷ്യരല്ലേ, ഇടയ്ക്ക് ചെറിയ തെറ്റൊക്കെ പറ്റിയിടോ. സാരല്ല, പോട്ടെ. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലടോ. അത് മാത്രല്ല, എനിക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ല. അതാണിപ്പോ ഏറ്റവും വലിയ പ്രശ്നം. കോളേജിൽ വെച്ച് അവളെ കാണുമ്പോ എനിക്ക് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരെ തോന്നുന്നു ഇപ്പൊ. അവർക്കോ? അതറിയില്ല. ഇതിപ്പോ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ഇതുവരെ ഞങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രേമാണോ? ആവോ. നിനക്കെപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ പാടില്ലാത്ത കാര്യം ചെയ്യാനുള്ള ഈ ഒരു, എന്താ പറയാ അതിന്, ഈ ഒരു ത്വര? അങ്ങനെ ചോദിച്ചാ ഒരിക്കലും എനിക്കൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. എന്ത്? കല്യാണം കഴിഞ്ഞ് 2 വീക്സ് ആയപ്പോ ചേട്ടൻ ഗൾഫിലേക്ക് പോയി. ആ ഇടയ്ക്ക് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എന്റെ എക്സിനെ കണ്ടു. അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ അപ്പോഴത്തെ ഓരോ മൂഡില്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഏയ്, വേറൊന്നുമില്ല. അവനെന്നെ കിസ് ചെയ്തു. പക്ഷെ അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ നിനക്ക് കുറ്റബോധം തോന്നിയില്ലേ? തോന്നി. പക്ഷെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, സംഭവിച്ചു പോയില്ലേ. അപ്പൊ അവനോ? ഏത്? അവനോ? അവനെന്നെ കുറെ തവണ വിളിച്ചു ഫോണില്. ഞാൻ എടുത്തില്ല. അത് അവിടെ വെച്ച് നിർത്തി. ഓ, നിങ്ങൾ ഗേൾസിനല്ലേലും ആണുങ്ങൾ എങ്ങനെ ഇഗ്നോർ ചെയ്യാനും തേച്ചിട്ട് പോകാനൊക്കെ ഈസി അല്ലേ? ആര് തേച്ചെന്ന്? അവൻ എന്നെ ഇട്ടിട്ട് പോയത്. ഓ, സ്വന്തം കഥ പറഞ്ഞതല്ലേ. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. നിന്നോടൊരു 1-2 തവണ സംസാരിക്കുമ്പോ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്നു തോന്നുന്നു. അതാണ് സീന മാജിക്. ഇനി എപ്പോ വിഷമം വന്നാലും വിളിച്ച കേട്ടോ. ഐ ആം യുവർ ന്യൂ ബെസ്റ്റ് ഫ്രണ്ട്. ആയിക്കോട്ടെ.